വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലോഹ കാണാൻ പോയി. ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി സിനിമ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടി നഗറിക്കാണ് പോണത്. രാവിലെ 8 മണിക്ക് തന്നെ ഇറങ്ങിയോണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ബിരിയാണി കഴിച്ചു. ഇനിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ബ്ലൗസിന് മെറ്റീരിയൽ എടുക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും. ആദ്യത്തെ കടയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി. ഇവിടെ ഉണ്ടല്ലോ ഉള്ളിൽ കാണാൻ തന്നെ നല്ല രസമാണ്, അതുപോലെ തന്നെ നല്ല കളക്ഷൻസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട മെറ്റീരിയലൊക്കെ അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് രണ്ടാമത്തെ ടാസ്ക്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഇവിടെയാണെങ്കിൽ 1 ഹവറിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം. അവിടെ എത്തിയപ്പോൾ ചേച്ചി കൃത്യം ഒരു സമയം പറഞ്ഞു. ആ സമയത്ത് എത്തിയ ബ്ലൗസ് കൈ തരൂത്ര. അതും വിശ്വസിച്ച് ഞങ്ങൾ മൂന്നാമത്തെ ടാസ്കിലേക്ക് പോവാം. ടാസ്കുകൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എനർജി വേണ്ടേ? അതിന് വേണ്ടി ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ടാസ്കായ ഫാൻസി സ്റ്റോറിലെത്തി. ഒരു കുപ്പിവള വാങ്ങാൻ വന്നതാ. എന്നിട്ടെന്താ, അവിടുത്തെ ഓരോന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ അങ്ങോട്ട് കൂടി. ഇവിടെ ഉണ്ടല്ലോ സാധനങ്ങൾക്കൊക്കെ റേറ്റ് അത്രയും കുറവ്. പാണ്ഡ്യൻ ത്രെഡ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് രംഗനാഥൻ സ്ട്രീറ്റിലാണ് ഇത് വരുന്നത്. അടുത്ത ടാസ്കിലേക്ക് പോകുമ്പോൾ ഒരു ടീമായിരുന്നു ഞങ്ങൾ 2 ടീമായി പിരിഞ്ഞു. ആദ്യത്തെ ടീം ഉണ്ടല്ലോ ധാവണിക്ക് ഷാള് നോക്കാൻ വേണ്ടി പോയി. രണ്ടാമത്തേലായിരുന്നു ഞാൻ. എനിക്കാണെങ്കിൽ ബെൽറ്റ് വേണമായിരുന്നു. എന്നിട്ടെന്താ, കിട്ടിയാ? ഇല്ല, പക്ഷെ വേറൊരു സാധനം കിട്ടി. വാങ്ങണം എന്ന് വിചാരിച്ച ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ദിയ? ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര മടുത്തു, വെയിലൊന്നും മടുത്ത് പണ്ടാരം അടങ്ങി. ഞാനൊക്കെ മടുത്തു എന്നൊക്കെ പറഞ്ഞ മടുത്തു. ഞങ്ങളാണെങ്കിൽ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം വന്ന ജ്യൂസ് കടയിൽ വീണ്ടും വന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ആദ്യത്തെ ടീമിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവരെയും കണ്ടുമുട്ടി ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് വിട പറയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കാറ് വന്നു, ഞങ്ങളുടെ കാറ് വന്നു, ഞങ്ങളുടെ കാറ് വന്നു. അതാണ് ഞങ്ങളുടെ കാർ.